മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു 70,000 മറത്തിൻ നജ്ജാഹു. ജീവിതകാലത്ത് 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി തീർക്കാൻ ആർക്കാണോ ഭാഗ്യം ലഭിച്ചത്, അവരെ ശരീരത്തിലേക്ക് നരകത്തിന്റെ പുക പോലും വരൂല, അവരെ ഖബറിലേക്ക് നരകത്തിന്റെ പുക കടക്കുകയില്ല. അത്ര സംരക്ഷണമാണ്. എത്ര ലാ ഇലാഹ ഇല്ലല്ലാഹ്? 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ്. മഹാന്മാരൊക്കെ നിങ്ങൾ നോക്കണം. നമ്മളിപ്പോൾ അനുസ്മരിക്കുന്ന മടവൂർ ശൈഖുന എത്ര 70,000 ചൊല്ലി, എത്ര 70,000 ചൊല്ലി, കണക്കല്ലാത്ത. ഒരു 70,000 ചൊല്ലി അടുത്ത 70,000, അടുത്ത 70,000, അടുത്ത 70,000. അല്ലാ, അവരുടെ മുരീദുണ്ടായിരുന്നു അടുത്ത കാലത്ത് വഫാത്തായ ബഹുമാനപ്പെട്ട കളന്തോട് അബ്ദുൽ കരീം മുസ്ലിയാർ. ഞാനും അദ്ദേഹവും 10 പ്രാവശ്യം ഒരുമിച്ച് ഹജ്ജിന് പോയിട്ടുണ്ട്. കഅബ ശരീഫിനെ നോക്കിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് 70 പ്രാവശ്യം 70,000 ചൊല്ലി. ഒരു 70,000 ചൊല്ലി, പിന്നെ 70,000, അത് ചൊല്ലി, പിന്നെ 70,000, പിന്നെ 70,000. അങ്ങനെ എത്ര 70,000? 70,000. യാ റബ്ബ്. ബഹുമാനപ്പെട്ട ദാരിമി ഉസ്താദ് ഇ.കെ. മുഹമ്മദ് ദാരിമി, അല്ലാഹു ദറജ ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. ആ കുടുംബം തന്നെ ദിക്റിന്റെ ആളുകളാണ്. അവരുടെ വാപ്പ ഉമർ ഹാജി, ദാരിമി ഉസ്താദിന്റെ അനുജൻ ഹുസൈൻ മുസ്ലിയാർ, അവരുടെ അനുജൻ ബാബ മുസ്ലിയാർ, ഒക്കെ ദിക്റിന്റെ ആൾക്കാർ. എങ്ങനെ ദിക്റ്? നമ്മളെ മാതിരി 10 ചെല്ലുന്ന പതിവല്ല. അവരെ ദിക്റിലൊന്നും ഏതില്ല, 33, 11 ഒന്നുമില്ല. ഒക്കെ 313 തുടങ്ങുന്നതിൻ്റെ ഉള്ളു. പടച്ചോനെ, ദിക്റ് ചൊല്ലിയാൽ മടുപ്പില്ലാത്ത ആളുകൾ എത്ര ചൊല്ലി അവരൊക്കെ. നമ്മളിപ്പോ അതിന് ചെല്ലലുണ്ടോ? നമ്മൾ മരിച്ചാൻ കാത്തേക്ക് ആരെങ്കിലും ചൊല്ലിക്കോളും എന്ന് വിചാരിച്ചിട്ട്. ഇവിടെ കണ്ടോ അത്? മരണ വീട്ടിൽ ഇങ്ങനെ മുത്താലിമ്യങ്ങളും എല്ലാവരും വന്നിട്ട് ഒരു 70,000 ചെല്ലൽ ഇവിടെ ഉണ്ടോ? ഉണ്ടോ? ഇവര് ചെല്ലും വിചാരിച്ചിട്ട് കാത്തു നിൽക്കണ്ട, ജീവിതകാലത്ത് ചൊല്ലിക്കോളി. ഇപ്പൊ കുട്ടികളൊക്കെ ഇങ്ങനെ കാത്തിക്കാണ്, പുതിയ തലമുറയൊക്കെ. തൗബ ചെയ്യാനൊന്നും ഇപ്പൊ ആൾക്കാരെ വിളിച്ചിട്ട് കാര്യമില്ല. എന്താ, അത് മരിച്ചാൽ ഉസ്താദ് തൗബ ചെയ്തോളും. അതേതാ തൗബ? ഉസ്താദേ, മയ്യത്തെ പള്ളിയിൽ കൊണ്ടുവന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ ഉസ്താദ്മാർക്ക് ഒരു തൗബ ഉണ്ട്. ഇവിടെയൊക്കെ അല്ലേ അത്? നല്ല തന്നെയാണ്, ഞാനും ചെയ്യാറുണ്ട്, വേണ്ട തന്നെയാണ്, നല്ല കാര്യമാണ്, നല്ല സമയമാണ്. അപ്പോൾ നസീഹത്തിന് 10 മിനിറ്റിന്. അപ്പൊ എന്താ പറഞ്ഞത്? നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ ജനാസ, ഇത് നമ്മുടെ പിലാക്കൊമ്പത്തെ ചേക്കുട്ടി എന്ന ആളുടേതാണ്. ഇദ്ദേഹം നമ്മുടെ നാട്ടിൽ ഈസ്റ്റ് വെസ്റ്റ് നടന്നിരുന്ന ആളാണ്. ഇയാൾ നമ്മളുമായിട്ട് അത്രയധികം ബന്ധപ്പെട്ട് നിന്നതാണ്. ഇയാളുമായി ആർക്കെങ്കിലും പൊരുത്തപ്പെടാത്ത വാക്കടപാടുകൾ ഉണ്ടെങ്കിൽ അത് നമ്മളൊക്കെ അള്ളാനെ വിചാരിച്ച് പുറത്തു കൊടുക്കണം. അപ്പൊ നമ്മളൊക്കെ മനസ്സിന്ന് വിട്ടു എന്ന് കരുതുക അല്ലേ? അങ്ങനെ രണ്ടാമതൊരു പാർട്ട് പറയലുണ്ട്. അതെന്താ? ഇയാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാമ്പത്തിക ഇടപാടുണ്ടെങ്കിൽ, ഹക്കടപാടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ എന്താ ചെയ്യേണ്ടത്? ഒരു പള്ളിയിൽ ഇന്റെ മാതിരി ഒരു സാധു മൊയ്ലാർ വന്നതാ. അയാളവിടെ അങ്ങനെ പരിചയപ്പെട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ്റെ മുഹമ്മദ് അലി, ഓൻ്റെ വാപ്പയാണ് മരിച്ചത്. അപ്പം മയ്യത്ത് മുന്നിൽ വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ മരണപ്പെട്ട വാപ്പാക്ക് എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുണ്ടെങ്കിൽ മൂത്ത മകൻ മുഹമ്മദ് അലി ഉണ്ട്, അവനോട് ചോദിക്കണമെന്നോ. അപ്പൊ രണ്ടാമത്തെ സ്വപ്നം ഒരാൾ പറഞ്ഞു, മുഹമ്മദ് അലി അവൻ തരാനുള്ളത് തന്നാ മതിയെന്ന്. വാപ്പാൻ്റെത് പിന്നല്ലേ. ഞാൻ എല്ലാവരോടും ഓർമ്മപ്പെടുത്തുന്നത്, മുഹമ്മദ് അലിനെ കണ്ട് മരിച്ചാൽ നിൽക്കണ്ട. നമ്മളെ ഹയാത്ത് കാലത്ത് വല്ല ഖൈറും ചെയ്യാൻ വിചാരിച്ചിരിക്കണമെങ്കിൽ നമ്മൾ തന്നെ ചെയ്തോളി. മുഹമ്മദ് അലി ചെയ്തെങ്കിൽ ചെയ്ത്, മനസ്സിലായോ? ആരെങ്കിലുമൊക്കെ വന്ന് 70,000 ചെല്ലും എന്ന് വിചാരിച്ച് കാത്തു നിൽക്കലല്ല. ഹയാത്ത് കാലത്ത് മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു 70,000 മറത്തിൻ നജ്ജാഹു. 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ്. പണ്ട് നമ്മളമ്മാര് കുട്ടികളെ തൊട്ടിലിട്ട് താരാട്ട് പാടി ഉറക്കുമ്പം ഒരു ദിവസം 3 പ്രാവശ്യമെങ്കിലും കുട്ടികളെ തൊട്ടിലിട്ട് ഉറക്കേണ്ടി വരും. 3 പ്രാവശ്യമെങ്കിലും. അപ്പൊ ഉമ്മ ഒരിക്കൽ കുട്ടനങ്ങനെ തൊട്ടിൽ താരാട്ട് പാടി ഉറക്കണ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. കുട്ടി ഉറങ്ങിയാലും ഉറങ്ങിയിട്ടില്ലെങ്കിലും ഉമ്മ 33 ചൊല്ലും. 3 പ്രാവശ്യം കുട്ടിയെ തൊട്ടിലിട്ട് താരാട്ട് പാടുമ്പോൾ 100 ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ തന്നെ കിട്ടും. 2 കൊല്ലം 100 ചെല്ലിയാൽ എത്ര ലാ ഇലാഹ ഇല്ലല്ലാഹ് കിട്ടി? ഉമ്മാക്ക് എത്ര കിട്ടി? ഇന്ന് നമ്മളെ പുതിയ ഉമ്മമാര് താരാട്ടിങ്ങനെ പാടുമ്പോൾ എന്താണ് ചൊല്ലുന്നത് എന്ന് ഓർക്കണം. അപ്പൊ അവിടെയാണ് നമ്മൾ വ്യത്യാസം മനസ്സിലാക്കേണ്ടത്.
ഇപ്പൊ നമുക്ക് കുറച്ച് വലുതായ ശേഷം കുട്ടി അനുസരണക്കേട് കാണിക്കുമ്പോൾ അപ്പൊ നമുക്ക് പല പ്രശ്നങ്ങളുമാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ കുട്ടിക്ക് അമ്മിഞ്ഞപ്പാൽ കൊടുത്തതുപോലെ മക്കളെ വളർത്തുമ്പോൾ ഗർഭകാലത്ത് മുതൽക്ക് ശ്രദ്ധിച്ചു പോന്നാൽ ഉമ്മ ഗർഭകാലത്ത് തന്നെ ഇങ്ങനെ ശ്രദ്ധിച്ചിങ്ങനെ പോന്നിട്ട് കുട്ടിയെ 2 കൊല്ലം വളർത്തിയാൽ ആ കുട്ടിയെ മോനെ അല്ലെങ്കിൽ മോളെ എന്ന് ഉമ്മ വിളിച്ചാൽ ആ വിളിക്ക് ഉത്തരം കുട്ടി നൽകൽ എങ്ങനെ? മോളെ എന്ന് വിളിച്ച ചുണ്ട് കൂടുമ്പോൾ ഉമ്മയുടെ കാൽക്കൽ കുട്ടി എത്തിയിട്ടുണ്ടാവും. മോനേന്ന് വിളിച്ചാൽ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന മോനേന്ന് വിളിച്ചാൽ കുട്ടി ഓടി ഉമ്മയുടെ കാൽക്കലെത്തും. ചുണ്ട് കൂടുന്നതിന് മുമ്പ് അവിടെ എത്തും കുട്ടി. അതിനങ്ങനെ വളർത്തണം. അമ്മിഞ്ഞപ്പാൽ കൊടുക്കുന്നത് മുതൽ ഗർഭകാലം മുതൽ. നമ്മളെ കുട്ടികളപ്പം മോനേന്ന് വിളിച്ചാൽ മോൻ അവിടുന്ന് ഏന്ന് പറയും. അതന്നെ ഓൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാൻ അത്ര തന്നെ ഉണ്ടാവുള്ളൂ. ഇനി ഓൻ അങ്ങോട്ട് വരണമെങ്കിൽ വേറെ പറയണം. എന്നാൽ തന്നെ ഓൻ വരുമോ വരൂലേ എന്നുള്ളത് വേറെ പ്രശ്നമാണ്. ആളടിയിൽ നിന്ന് മക്കളെ വിളിക്കാൻ നിൽക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് വിളിച്ചാൽ മതി. മോനെ വാപ്പ വിളിച്ചിട്ട് വന്നില്ലെങ്കിൽ ആളടിയിൽ നമുക്കൊരു മോശം വരും അല്ലേ? വാപ്പ വിളിച്ചിട്ടും വരാത്ത മകനാണെന്ന് അവനൊരു ചീത്തപ്പേരും വരും. വാപ്പ വിളിച്ചിട്ടും കൂടി മകൻ വന്നിട്ടില്ല എന്നുള്ള വർത്താനൊക്കെ നമ്മളെ നാട്ടിലങ്ങനെയാണ്. ചെറിയ സംഗതി കിട്ടിയാൽ മതിയല്ലോ അല്ലേ? ഇപ്പം എല്ലാ സംഗതി അങ്ങനെയാണ്. പണ്ടൊക്കെ നമ്മളെ നാട്ടിലൊക്കെ ഒരു ചെറിയ ചായപ്പീടി ഉണ്ടായിരുന്നു. ചായ കുടിക്കാൻ ഒരു പുട്ടും ചായയും ഒക്കെ കുടിച്ചുകൊണ്ട് ആ പീടിയൊക്കൊലയുമ്പോഴാണ് മന്ത്രിസഭ ഉണ്ടാക്കലും മന്ത്രിസഭ തകരലും തെരഞ്ഞെടുപ്പ് നടക്കലും ജയിക്കലും ഒക്കെ. ആ പീടിയൊക്കൊലയിൽ ഇങ്ങനെ ഇരുന്നിട്ട് ജയം തീരുമാനിക്കും, തോൽവി തീരുമാനിക്കും. ഇപ്പം പിന്നെ അങ്ങനത്തെ ചായക്കടല്ല. ഇപ്പം മകര് ബിസ്കരിച്ചൊക്കെ ചാനലിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ഈ ചായക്കടയിൽ വർത്താനൊക്കെ അപ്പം അതിൻ്റെ മുമ്പിൽ ഒരു വിവരമില്ലാത്ത ആൾക്കാർ ഇങ്ങനെ പറയാണ്. അവിടുത്തെ സാധ്യത, ഇവിടുത്തെ സാധ്യത, മറ്റോടത്തെ സാധ്യത, ക്യാ ഫായിദ ഹേ. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് എണ്ണി വെക്കാന്നല്ലാതെ. ഇന്നാളൊരാളോട് നോൽമ്പിന് ചോദിച്ചു, മോനെ ഇന്ന് നോമ്പെത്രയായി എന്ന് ചോദിച്ചു. മറ്റേ മാസം കാണുമ്പോൾ നിർത്ത ഉസ്താദയാ. അപ്പോൾ എത്രയാണെന്നൊന്നും എണ്ണാൻ നിന്നിട്ടില്ല. മാസം മറ്റത് കാണുമല്ലോ, അതുവരെയാണ് നോൽക്കൻ. അള്ളാഹു നമുക്ക് ഖൈർ തരട്ടെ. അല്ലാഹു റബ്ബി. ഹബീബുന മുഹമ്മദ് മുസ്തഫ നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഹയാത്ത് കാലത്ത് ഇങ്ങനെ ദിക്ർ വർദ്ധിപ്പിച്ചു ചൊല്ലണം. 70,000 ദിക്ർ ചൊല്ലിയാൽ എത്രയാണ് ഇതിന്റെ പ്രതിഫലം? അപ്പോ എൻ്റെ പ്രിയപ്പെട്ടവരെ, അമ്മിഞ്ഞപ്പാല് കൊടുത്തുകൊണ്ട് കുട്ടി വളരുന്ന കാലത്ത് തന്നെ കുട്ടി ദിക്ർ കേട്ടുകൊണ്ട് വളരട്ടെ, ഖുർആൻ കേട്ടുകൊണ്ട് വളരട്ടെ. അത് ഗർഭാശയത്തിൽ നിന്ന് ആരംഭിച്ചുകൊണ്ട് തന്നെ തുടങ്ങും. ഭക്ഷണത്തിന്റെ പൊതി കയ്യിൽ കിട്ടിയാൽ നല്ല റാഹത്താണ്. പിന്നെ എനിക്കും സന്തോഷമാണ്. അതും പിടിച്ചിട്ട് അധികം ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ദ്വാരക്കാൻ എളുപ്പമായി. അള്ളാഹു തആല ഖൈർ തരട്ടെ. എന്നാൽ കൊടുക്കാം ആളുകൾക്ക് അല്ലേ? ആ സ്ത്രീകൾക്ക് കൊടുത്തോ? അവർക്ക് ആദ്യം കൊടുക്കണം അല്ലേ? വീട്ടിൽ നിന്ന് അവർക്ക് ആദ്യം കിട്ടി ശീലമായില്ലേ? അതുകൊണ്ട് അവർക്ക് തന്നെയാണ് ആദ്യം കൊടുക്കേണ്ടത്. നമ്മളെ ആണുങ്ങളെ വിചാരം നമുക്കാണ് ആദ്യം കിട്ടുന്നത് എന്നാ. നല്ല വിചാരം നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അല്ലേ? പെണ്ണുങ്ങൾ രുചി നോക്കാത്ത ഒരു കറി ഇതുവരെ കിട്ടിയിട്ടുണ്ടോ? ഇല്ലേ? നമ്മളെ നാട്ടിലൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദെ ഭാര്യക്ക് തീരെ ഭക്ഷണം വേണ്ട. എങ്ങനെ വേണ്ടി വരുന്നത്? 1 കിലോ ഇറച്ചി വാങ്ങി, അതിവിടെ മേശപ്പുറത്തെത്തിയപ്പോഴേക്ക് 600 ഗ്രാമുള്ളൂ. അപ്പം അതെന്താ? 100 ഉപ്പുണ്ടോ നോക്കി, 100 ഗ്രാം മുളകും മസാലയും ഒക്കെ പിടിച്ചിട്ടുണ്ടോ നോക്കി, 100 ഗ്രാം എന്തായി വേവ് ഭാഗമായിട്ടുണ്ടോ നോക്കി. 400 ഗ്രാം ഓള് നേരത്തെ കഴിക്കൽ കഴിഞ്ഞിരിക്കണേ. പിന്നെ ഓക്ക് ഭക്ഷണം വേണ്ടി വരിക. ഞാൻ ഇവനോട് ചോദിച്ചു, നീ അതിന് ബേജാറായിട്ട് കാര്യമില്ല. അള്ളാഹു റബ്ബി, അത് നമ്മളെ സഹോദരിമാർക്ക് അള്ളാഹ് കൊടുത്തൊരു സൗഭാഗ്യമാണ്. അതിനെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. അള്ളാഹു ഓൽക്ക് റഹ്മത്ത് ചെയ്യട്ടെ. നിങ്ങളൊരൊറ്റൊന്നൊരു ആമീൻ പറയുന്നില്ലല്ലോ. എന്തെങ്ങളെ ഭാര്യമാർ പെങ്ങന്മാരോടൊക്കെ നിങ്ങൾക്കൊരു വെറുപ്പുള്ള പോലെ. നമ്മളെ നാട്ടിലൊക്കെ വേദം പറയുമ്പോൾ അവർക്കൊക്കെ ഖൈർ കൊടുക്കട്ടെ അറിയുമ്പോൾ എല്ലാവരും ആമീൻ പറയും. എന്തുകൊണ്ട്? ഭാര്യമാരും ഉമ്മമാരും ഓൽക്ക് ഖൈറുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലൊരു സമാധാനമുള്ളൂ അല്ലേ? അള്ളാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഖൈർ തരണേ അള്ളാഹ്. അത് ശരി, നിങ്ങളെ ഒഴിവാക്കിയോന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ആമീൻ പറയാതിരുന്നത്. അൽഹംദുലില്ലാ, അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഹബീബുന മുഹമ്മദ് മുസ്തഫ. ഇരിക്കുന്ന ആളുകൾ എവിടേക്കും നോക്കേണ്ടതുമില്ല, അനങ്ങേണ്ടതുമില്ല. ഭക്ഷണത്തിൻ്റെ പൊതി നിങ്ങളെ കയ്യിൽ കിട്ടും, എല്ലാവർക്കും കിട്ടും. എന്തേ മക്കളെ, 2 ആൾ ഒരു റൂട്ടിൽ തന്നെ പോകുന്നു, ഒന്നൊരു ഭാഗത്തും പോകുന്നുണ്ടായിരുന്നില്ലേ? ഇവരിങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾ അറിഞ്ഞിട്ടില്ല അല്ലേ? അതാണ് ആയിക്കോട്ടെ. നിങ്ങൾ എത്തി നിർത്തി നിങ്ങൾ കൊടുത്തോളി.
എല്ലാവർക്കും ഭക്ഷണത്തിൻ്റെ പൊതി കിട്ടും, ഉറപ്പാണ്. അഥവാ കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത ബറാത്തിന് നന്നാക്കി ഓതുക. അല്ലാതെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ടല്ല. ബറാത്തിൻ്റെ അന്ന് ഉറങ്ങിപ്പോയിട്ട് പിന്നെ ഇപ്പം ഭക്ഷണം കിട്ടാത്തതിന് പറഞ്ഞിട്ടല്ല. നേർച്ച ഭക്ഷണമാണ്. മടവൂർ ശൈഖുനയുടെ പേരിലും ബഹുമാനപ്പെട്ട ജാഫർ തങ്ങളുടെ പേരിലുള്ള നേർച്ചൻ്റെ ഭക്ഷണം. നേർച്ച ഭക്ഷണം ഒരു ഔഷധമാണ്, അതൊരു മരുന്നാണ്. ബിസ്മി ചൊല്ലി അല്പാൽപമായി അൽഹംദുലില്ല ചൊല്ലി അള്ളാഹുവിനോട് ഖൈറിനെ തേടിക്കൊണ്ട് കഴിക്കുക. അപ്പം അത് ഔഷധമായി വരും. അള്ളാഹുവിനെ കബൂലാക്കണേ അള്ളാഹ്. ഈ ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി മാംസം നൽകിയവർ, അതേപോലെ തന്നെ അരി നൽകിയവർ, അതിന് സഹായിച്ചവർ, അത് കഷ്ടപ്പെട്ട് പാകം ചെയ്തവർ, എല്ലാവർക്കും നീ റഹ്മത്ത് കൊടുക്കണേ അല്ലാ, എല്ലാവർക്കും നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഇവിടെ ഒരു പാത്രം മുഴുവനോടെ വെച്ച് പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് രണ്ടാക്കുവാണോ എന്നറിയില്ല. നമ്മൾ രണ്ടാളെ പോലെ സ്റ്റേജിലുള്ളൂ അല്ലേ? ചിലപ്പോൾ നമുക്ക് രണ്ടുപേർക്കും ആയിരിക്കും. അള്ളാഹു തആല ഖൈറും ബർക്കത്തും തരട്ടെ. കിട്ടിയില്ല എല്ലാവർക്കും? കാര്യമായ സംഗതി പറയുമ്പോൾ നിങ്ങൾ ചോറിലായാലേ, പണ്ടൊരാൾ വയലിന് വന്നിരുന്ന് തിരിച്ചു പോകുമ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെയുണ്ട് ഇന്നത്തെ വയലെന്ന് ചോദിച്ചു. ഇന്ന് വയല് കുറവാണ്, കാര്യമായിട്ട് ദുആയാണ്. അപ്പം എന്താ, അയാൾ വരുന്നിരുന്നപ്പോൾ ഉറങ്ങാൻ തുടങ്ങിയത്. അപ്പോൾ തുടക്കത്തിലെ ദുആ, പിന്നെ പോകുമ്പോഴാണ് എഴുന്നേറ്റ്, അപ്പോൾ ഒടുക്കത്തിലെ ദുആ. ഇന്ന് വയല് കുറവാണ്, ഒക്കെ ദുആ തന്നെയാണ്. ഇങ്ങനെയൊക്കെ വയല് കേൾക്കണ കൂട്ടത്തിൽ ആളുകളുണ്ടാവും. അല്ലാഹു തആല ഖൈറ് തരട്ടെ. ഹബീബുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല മോന്, അള്ളാഹു ഖൈറ് കൊടുക്കട്ടെ. ഓനക്ക് നമുക്ക് തരാൻ തോന്നിയാലോ അല്ലേ? അതല്ലേ കുട്ടികളെ സന്തോഷം. അൽഹംദുലില്ലാ. അപ്പൊ കഴിഞ്ഞില്ല മക്കളെ, വേഗം കൊടുക്ക്. ആശംസിലാരെ, ഈ കുട്ടികളൊക്കെ നമ്മളെ വളണ്ടിയർമാരാണ്, നമ്മളെ കുട്ടികളാണ്. ചെറുപ്പക്കാർ കുട്ടികളൊക്കെ പഠിക്കുന്ന കുട്ടികളായിരിക്കും. +1 +2 അങ്ങനെ തുടങ്ങി ഡിഗ്രിയൊക്കെ പഠിക്കുന്ന മക്കൾക്കൊക്കെ ഉന്നത വിജയം നൽകണേ അല്ലാഹ്. ഉന്നത സല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, അർഹമായ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക, അർഹമായ ജീവജാലങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക. ഭക്ഷണം കൊടുക്കുക എന്നത് മാത്രം ഒരു പുണ്യകർമ്മമാണ് ഖുർആൻ. ويطعمون الطعام على حبه مسكينا ويتيما واسيرا انما نطعمكم لوجه الله. ഇതേതാ ഭക്ഷണം? മടവൂർ ശൈഖുനയുടെ പേരിൽ ഭക്ഷണം. ആരാണ് മടവൂർ ശൈഖുന? കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലത്തിനടുത്ത് മടവൂർ പഞ്ചായത്തിൽ ബഹുമാനപ്പെട്ടവർ താമസിക്കുന്ന ഭൂമിയിലെ സ്വർഗം എന്ന് വിശേഷിപ്പിക്കാവുന്ന സ്ഥലം ആണ് മടവൂര് മഖാം. യാ ശൈഖനാ യാ ശൈഖ മടവൂരിൻ അതൈനാ ബാബകും റാജീന ഫൗസൻ കാമിലൻ യാ സയ്യിദി സിയം വലി ലാ ഇലാഹ അല്ലാഹ് ലാ ഇലാഹ كنت قد أخفيت أمرك أولا ثم انتشر منك أنوار الولاية سيدي سيا ولي لا إله മടവൂർ ശൈഖുനയുടെ ഏറ്റവും നല്ല ജീവിച്ചിരിക്കുന്ന ബോധ്യപ്പെടുന്ന കറാമത്ത് നമ്മുടെ കോഴിക്കോട് മലപ്പുറം ജില്ലയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതെന്താ? ഒരു ഗ്രാമത്തിൽ ഒരു ചെറിയ മദ്രസ, ഒരു ചെറിയ പള്ളി, ആ പള്ളിയും മദ്രസയും, ആ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ, ആ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാര്, അവർക്ക് അവരുടെ ശമ്പളം, ഒരു വർഷത്തെ ചെലവ്, ഈ സംഗതികളൊക്കെ നടന്നു പോകുന്ന എങ്ങനെ? ഞങ്ങളെ ആ ഭാഗത്തൊക്കെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. മടവൂർ ശൈഖുന സ്മാരക മദ്രസ, മടവൂർ ശൈഖുന സ്മാരക ദർസ്. ഒരു കൊല്ലത്തിൽ മടവൂർ ശൈഖുനയുടെ ഒരു ആണ്ട് കഴിക്കും. ആ ആണ്ടോട് കൂടെ ഒരു കൊല്ലത്തെ നടത്തിപ്പിനുള്ള ശമ്പളം, ഒരു കൊല്ലത്തെ നടത്തിപ്പിനുള്ള വരുമാനം ഒക്കെ അവിടെ കിട്ടിയിട്ടുണ്ടാവും. എത്ര സ്ഥാപനങ്ങൾ അങ്ങനെ നടക്കുന്നു എന്നറിയും.
മരണാനന്തരവും ആ സ്ഥാപനം നിലനിർത്തുന്നത് അവരെന്നെയാണ്. എത്ര സ്ഥാപനങ്ങൾ! മഹാന്മാരെ നമ്മൾ എങ്ങനെയാണ് ഹൃദയം അറിഞ്ഞ് ബന്ധപ്പെടുന്നത്? യാ റബ്ബ് യാ റബ്ബ്. നേരത്തെ മുൻകൂട്ടി എത്രയെത്ര പ്രഖ്യാപനങ്ങൾ ധാരാളമായി നമ്മളൊക്കെ കേട്ടുകൊണ്ടിരിക്കണം. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, മഹാന്മാരോട് നമുക്ക് നല്ല ബഹുമാനം കാത്തു സൂക്ഷിക്കണം. ഇപ്പൊ ജാഫർ കോയ തങ്ങൾ നാളെ നമുക്ക് ഇവിടെ വരാണ്ട ആളായിരുന്നു. മടവൂർ ശൈഖുനവിടെ ഈ ഭാഗത്തുള്ള ബഹുമാനപ്പെട്ടവർ നേരിട്ട് ഇജാസത്തൊക്കെ കൊടുത്ത മുരീദാണ് ബഹുമാനപ്പെട്ട തങ്ങൾ. അവർകൾ ഇടുക്കി വഫാത്തായി. തങ്ങൾ തന്നെ ആ മുഖം ഇങ്ങനെ നമ്മളെ കണ്ണിൽ കാണുകയാണ്. അല്ലാ, തങ്ങളെ ദർജ ഏറ്റി കൊടുക്കണേ അല്ലാ. നല്ലൊരു ആലിമ്, നല്ലൊരു പക്വതയുള്ള മഹാൻ. അല്ലാഹു റബ്ബി, മുത്ത് നബിയുടെ കുടുംബ പരമ്പരയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തം ശരീരത്തിൽ സഞ്ചരിക്കുന്ന ആളുകളാണ് അഹ്ലുബൈത്ത്. ആ അഹ്ലുബൈത്തിൽപ്പെട്ട തങ്ങളവറുകൾ പെട്ടെന്ന് വഫാത്തായി പോയി. നാളെ തങ്ങളുടെ 2 മക്കളും നമ്മുടെ സഭയിൽ വരുന്നുണ്ട്. ആ മക്കൾ വന്നുകൊണ്ട് വാപ്പയുടെ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് നാട്ടുകാരായ നമുക്ക് ദുആ ചെയ്തു തരുമ്പോൾ അത് ഒരു വല്ലാത്ത കബൂലിയത്തുള്ള ദുആയാണ്. നാട്ടിലെ സഹോദരങ്ങളെ, ഒരു നാട്ടിൽ നടക്കുന്ന നേർച്ചകൾ, ഒരു നാട്ടിൽ നടക്കുന്ന പരിപാടികൾ, അല്ലാഹു റബ്ബി ഭക്ഷണം ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും പാകം ചെയ്ത് നടത്തിക്കൊടുക്കുന്ന നേർച്ചകൾ, അത് നാടിനെ അപകടത്തിൽ നിന്ന് രക്ഷിക്കും, ആഫത്തിൽ നിന്ന് രക്ഷിക്കും, ഭൂമികുലുക്കത്തിൽ നിന്ന് രക്ഷിക്കും. അങ്ങനെ ഒരുപാട് 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 ആപത്തുകൾ തടയപ്പെടാൻ നമുക്ക് മഹാന്മാരുടെ അനുസ്മരണം പറ്റുമോ? പറ്റൂലേ? മൂമിനീങ്ങൾക്ക് പറ്റും.